എൻ്റെ അമ്മ ചൂടെടുത്തിട്ട് തലവേദന എടുക്കും മനുഷ്യൻ ഒടുക്കത്തെ ചൂട് ഈ ചൂടത്തിൽ നിന്ന് രക്ഷാദാനം വീട്ടിൽ കിട്ടി വെച്ചിട്ട് കഴിഞ്ഞാൽ വൈദ്യുതി കറണ്ട് ബില്ല് കാണുമ്പോൾ അതിനും വലിയ ഷോക്ക്. അപ്പോൾ ഈ ഷോക്കിനൊക്കെ ഒരു പരിഹാരം വരന്തരപ്പള്ളിയിൽ ഉണ്ടെന്ന് പറഞ്ഞു കിട്ടും. ഞാനിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വരന്തരപ്പള്ളി ടൗണിലാണ്, തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി ടൗണിലാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് സോളാർ സംബന്ധമായിട്ടുള്ള ടെക്നിക്കൽ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ കൊടുത്തിരുന്ന കമ്പനിയുണ്ട്, KPMG കമ്പനി. അവർ 6ാം വർഷമായപ്പോൾ പുതിയൊരു ഓഫീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഓഫീസിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഭയങ്കര ചൂട്, AC വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് അതിനും വലിയ ഹൈ. ഇതിനൊരു സൊല്യൂഷൻ KPMG കൊടുക്കണമെന്ന് പറഞ്ഞിട്ടല്ലോ. തീർച്ചയായിട്ടും അതിനല്ലേ KPMG നമ്മൾ സോളാർ വെച്ച് കൊടുക്കുന്നത്. ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ, സാധാരണക്കാർക്കൊക്കെ താങ്ങോ? അത് ഓരോ നമ്മളുടെ കറണ്ട് ബില്ലിനനുസരിച്ചാണ് നമ്മൾ സോളാർ വെക്കേണ്ടത്. അപ്പൊ നമ്മളുടെ കറണ്ട് ബില്ലിന് ആനുപാതികമായിട്ട് നമുക്ക് ബാങ്ക് ലോണും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ചെറിയ സോളാറിന് തീർച്ചയായിട്ടും സോളാറിന് വളരെ ഈടില്ലാത്ത ലോണാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അത് മാത്രമല്ല വളരെ ചെറിയ ഇൻട്രസ്റ്റ് ആണ്, അതും മിനിമം ഡോക്യുമെന്റ് വെച്ചിട്ടാണ് ലോൺ നമുക്ക് കിട്ടുന്നത്. ഏകദേശം എത്ര ചെലവ് വരും? ഇത് നമ്മൾക്ക് ഇപ്പൊ നമ്മളുടെ ഉപയോഗത്തിനനുസൃതമായിട്ടാണ് നമ്മൾ ഇത് സോളാർ വയ്ക്കും. ഇപ്പോൾ 6000 രൂപ വരേക്ക് വരുന്ന ബില്ലിന് നമ്മളൊരു 3 കിലോവാട്ട് എന്നുള്ള കപ്പാസിറ്റി. 3 കിലോവാട്ട് അതെ അതെ, അതാണ് നമ്മുടെ ഏറ്റവും മിനിമം വരുന്ന ഒരു കപ്പാസിറ്റി. 3 കിലോവാട്ട് കപ്പാസിറ്റി വെച്ച് കഴിഞ്ഞാൽ 6000-നുള്ളിൽ വരുന്ന 6000 വരേക്ക് ബില്ല് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്കൊരു ഫിക്സഡ് ചാർജ് എന്നുള്ള എമൗണ്ട് മാത്രമേ വരുള്ളൂ. അതുകൊള്ളാലോ. ഏകദേശം നമുക്കൊരു 100-200 ഇടയിലൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഈ 3 കിലോവാട്ടിന്റെ സോളാറിന് എത്ര ചെലവ് വരും? അത് നമുക്കൊരു വീടിന്റെ മേൽക്കൂര ഏത് തരത്തിലുള്ള നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്കൊരു ഏറ്റവും കൂടിയത് ഒരു 2.25 ലക്ഷം വരെ എനിക്ക് വരാം നമുക്ക് അതിന്റെ ചെലവ്. അല്ല, ഈ 2.5 ലക്ഷം ലോണായിട്ട് ചെയ്തു തരും. അതിലൊരു ചെറിയൊരു ഭാഗം നമ്മുടെ കസ്റ്റമർ എടുക്കേണ്ടതായിട്ട് വരാം. അതല്ലാത്ത 2 ലക്ഷം രൂപ വരേക്ക് നമുക്ക് ബാങ്ക് ലോണായിട്ട് കിട്ടില്ല. കാര്യങ്ങൾ ചെയ്തു തന്നു. ഇത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതില്. 78,000 രൂപ നമുക്ക് കേന്ദ്ര സബ്സിഡി കിട്ടുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ്. തീർച്ചയായിട്ടും. കൊള്ളാലോ. വെറുതെ നമ്മള് കറണ്ട് ബില്ല് അടച്ച് കറണ്ട് ബില്ല് അടയ്ക്കുന്ന തുകയേക്കാളും ചെറിയ തുക മാത്രമേ നമുക്ക് ബാങ്ക് EMI ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. അപ്പൊ അതിൽ തന്നെ ചെറിയൊരു ലാഭം നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടല്ലേ. കറണ്ട് ബില്ലിനേക്കാളും കുറഞ്ഞ തുക EMI അടയ്ക്കുന്നു. അത് ബാലൻസ് പൈസ നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് കൊള്ളാം. അപ്പൊ വേഗം കാര്യങ്ങൾ റെഡി ആക്കിക്കോ. ഞാൻ റെഡി.